ഞാൻ ഫൈസലിലേക്ക് പോകുന്നു. ഫൈസൽ, ഈ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ഈ ചൂരൽമല, മുണ്ടക്കൈ ഇതൊക്കെ ഏത് പ്രദേശങ്ങളിൽ കിടക്കുന്ന സ്ഥലമാണ്? ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെക്കുറിച്ചും ഫൈസൽ പറഞ്ഞു. അത് ഈ പുഴയുടെ ഉത്ഭവസ്ഥാനത്തല്ലേ ഉരുൾപൊട്ടിയത്, അതോ ഉരുൾപൊട്ടി പുഴയിലേക്ക് വരികയാണോ ചെയ്തത്? അജിംസ്, ഈ ഒരു സ്ഥലത്തിൻ്റെ ഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മേപ്പാടി ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശം നിലനിൽക്കുന്നത്. ഈ മുണ്ടക്കൈ പ്രദേശം വയനാട് ജില്ലയുടെ തന്നെ ഒരു അറ്റത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശം കഴിഞ്ഞാൽ അടുത്തുള്ളത് നിലമ്പൂർ കാടുകളാണ്. അത് കഴിഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ മുണ്ടക്കൈയിലെ തന്നെ പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു അറ്റത്ത് ആ ഒരു മലയുടെ ഭാഗത്ത് നിന്നാണ് പൊട്ടി വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടേക്ക് എത്തിപ്പെടുന്നത് വരെ നമുക്ക് ഒരുപക്ഷെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പുഞ്ചിരിമറ്റം ഭാഗത്ത് മലയുടെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ആ ഉരുൾപൊട്ടൽ വന്ന ഭാഗത്ത് പുഞ്ചിരിമറ്റത്ത് ആദ്യമായി ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത പുഞ്ചിരിമറ്റത്ത് ആദ്യം എത്തുന്നു. ഈ പുഞ്ചിരിമറ്റത്ത് ഏകദേശം 150-ലധികം വീടുകളുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പുഞ്ചിരിമറ്റം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മുണ്ടക്കൈ ടൗൺ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ആ ദൃശ്യങ്ങളിൽ അതിന് ഭീകരത മനസ്സിലാവും. ആ മുണ്ടക്കൈ ടൗണിൻ്റെ ഏകദേശം പകുതി മുക്കാൽ ഒരു 90% ഭാഗവും ഈ ഒരു ഒലിച്ചു പോകൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ആ മുണ്ടക്കൈ ടൗണിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തും ഏകദേശം നിരവധി 50-60 വീടുകളുണ്ടാകും. ആ വീടുകൾ കഴിഞ്ഞാൽ ഈ മുണ്ടക്കൈ ടൗൺ കഴിഞ്ഞാൽ ഈ മുണ്ടക്കൈ ടൗൺ കഴിഞ്ഞ് ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ മണ്ണ് വ്യാപകമായി അടിഞ്ഞിട്ടുണ്ട്. ഈ മുണ്ടക്കൈ ടൗൺ കഴിഞ്ഞാൽ തൊട്ട് താഴെ ഭാഗത്ത് നിരവധി പാടികളുണ്ട്. ആ പാടികളും ഇപ്പോൾ ആ പാടികളുടെ മുകളിലൂടെയും മണ്ണ് ഒലിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് വരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് റാട്ടപ്പാടി എന്ന് പറയുന്ന ഒരു കുറച്ച് പാടികളും സെൻട്രൽ റോക്ക് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫാക്ടറികൾ വരുന്ന ഭാഗമാണ്. ഈ ഭാഗവും കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചൂരൽമല ഭാഗമാണ്. ഈ ചൂരൽമല ഭാഗത്ത് തന്നെ ചൂരൽമല സ്കൂൾ റോഡ് എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം, ഈ പുഴ ഒഴുകി വരുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന സ്കൂൾ റോഡിൻ്റെ ഭാഗത്ത്. അവിടെ ഏകദേശം 2 കിലോമീറ്ററോളം അല്ലെങ്കിൽ 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ രണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി 100% ജനവാസ മേഖലയുള്ള ഒരു പ്രദേശമാണ്. ഈ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് കഴിഞ്ഞ് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിൽ പോലും ഈ റോഡിൻ്റെ അല്ലെങ്കിൽ ഈ സ്കൂൾ റോഡിൻ്റെ വലതുവശത്തുള്ള വീടിൻ്റെ ഭാഗങ്ങളിലേക്ക് പോലും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം ഒരു 1.5 കിലോമീറ്റർ ഭാഗത്ത് വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല. ആ മേഖലയിൽ നമ്മളിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ ഒരു മേഖലയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയുന്നത്. ഡ്രോൺ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഒരു സ്കൂൾ റോഡിൻ്റെ ഭാഗമാണ്. 150-ലധികം അല്ലെങ്കിൽ അത്രത്തോളം ഈ ഒരു 1.5 കിലോമീറ്റർ ഭാഗത്ത് വ്യാപിച്ച് കിടക്കുന്ന വീടുകൾ പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു 90%വും തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ആ ഒരു അത്തരം വ്യാപ്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗം പിന്നീട് വരുന്നത് ചൂരൽമല സ്കൂളിലാണ്. അപ്പോൾ ഈ ചൂരൽമല സ്കൂളിൻ്റെ 2 കെട്ടിടം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതിന് പുറമെ ചൂരൽമല ഗ്രൗണ്ട് നിലനിന്നിരുന്ന ഭാഗത്ത് ചൂരൽമല സ്കൂളിൻ്റെ സ്റ്റേജും അതുപോലെ അവരുടെ ഊട്ടുപുര ഉൾപ്പെടെ ആ ഒരു ഭാഗത്ത് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സ്കൂള്. അതെ അജിംസ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെയാണ് ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂൾ ഇപ്പോൾ 2 കെട്ടിടം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പുറമെ ഇപ്പോൾ പൊട്ടി ഒലിച്ച് വന്നിരിക്കുന്ന ഭാഗത്ത് സ്കൂളിൻ്റെ ഗ്രൗണ്ടും അതുപോലെ സ്കൂളിൻ്റെ സ്റ്റേജും സ്കൂളിൻ്റെ ഊട്ടുപുര അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് കാണിക്കുന്ന സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കെട്ടിടം. ഈ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിൽ മണ്ണ് വന്ന് അഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് അവിടുന്ന് കാണാം. ആ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് പോകുന്ന ഏതൊരാൾക്കും അത്രയും ഭീകരത മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു നിലക്ക് മുകളിൽ അത്രത്തോളം മണ്ണ് അടിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭീകര കാഴ്ച, ആ ഒരു കാഴ്ച അത്രയും ഭയാനകമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് ചൂരൽമല ടൗണിൻ്റെ ഇപ്പോൾ നമ്മൾ ചൂരൽമല ടൗൺ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗത്തോളം ചെളി വന്ന് അടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പൊട്ടി ഒലിച്ച് വന്ന അത്രയും മരക്കഷ്ണങ്ങളൊക്കെ സ്കൂളിൻ്റെ ഭാഗത്ത് അടിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിൻ്റെ കെട്ടിടത്തിൽ തട്ടി നിന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന മരങ്ങളെല്ലാം ചൂരൽമല ടൗണിനെ കൂടി പൂർണ്ണമായും തുടച്ചു നീക്കാവുന്ന അത്രയും ഭീകരമായിക്കൊണ്ട് ആ മരങ്ങൾ അടിഞ്ഞു വന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ചൂരൽമല ടൗൺ കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തുള്ളത് പുഴ ഒഴുകി പോകുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അട്ടമല ഉൾപ്പെടുന്ന നേരത്തെ നമ്മൾ പ്രതികരിച്ച സഹോദരി ചൂരൽമലയിലെ വില്ലേജ് റോഡ് ഉൾപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കൂടിയാണ് ഈ പുഴ ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ ഒലിച്ചു വന്ന ഭാഗങ്ങൾ ആ പ്രദേശത്തുള്ള വീടുകൾക്ക് കൂടി നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു സഹോദരി നമ്മളോട് പ്രതികരിച്ചത് അത്തരത്തിലാണ്.
വില്ലേജ് റോഡിൻ്റെ പരിസരത്തുള്ള വീടുകൾ കൂടി നാശനഷ്ടം വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ പുഴ കഴിഞ്ഞിട്ട് പിന്നെ ഈ പുഴ ഒഴുകി പോകുന്നതിൻ്റെ ഭാഗങ്ങളിലും ഇത്തരത്തിൽ നിരവധി പാടികളും ആ പുഴ ഒഴുകി പോകുന്നതിൻ്റെ നമുക്കിപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഈ പുഴ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലും അവിടെ ഒരു ചെറിയൊരു ഹെൽത്ത് സെൻറ്റർ, അതുപോലെ ആ ഭാഗങ്ങളിലും നിരവധി പാടികളുണ്ട്. ആ പാടികളുടെ ദൃശ്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അട്ടമല എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അട്ടമല പ്രദേശത്തും നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അവിടേക്ക് ഈ പറയുന്ന ഇതിൻ്റെ അവശിഷ്ടങ്ങൾ എത്തിക്കണോ എന്നുള്ള കാര്യത്തിലും നമുക്കിപ്പോൾ വ്യക്തതയില്ല. പിന്നെ ഈ പുഴ പോകുന്നത് നേരെ ചാലിയാറിലേക്കാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ ഈ ഒരു ഘടന ഇത്രയും ദൂരം താണ്ടി ചാലിയാറിലേക്ക് ഈ ഒരു ഇതിൻ്റെ ഭീകരത എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചാലിയാറിൽ നിന്ന് ഒരു നിരവധി മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് ഫൈസൽ ഇപ്പോൾ കാണുന്ന കെട്ടിടം എന്താണത്? അജിംസ്, ഞാൻ മനസ്സിലാക്കുന്നത് ചൂരൽമല ടൗണാണ് ഇപ്പോൾ കാണുന്ന ആ ഭാഗം. ആ പുഴയുടെ ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പകുതി മണ്ണ് നിൽക്കുന്നത് ഹയർ സെക്കൻഡറി കെട്ടിടത്തിൻ്റെ ഭാഗമാണ്. അത്രത്തോളം ഹയർ സെക്കൻഡറി വിഭാഗം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് അത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചൂരൽമല ടൗണിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ചൂരൽമല ടൗണിൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഒരു പ്രദേശമാണ്. ചൂരൽമല ടൗണിൻ്റെ ബാക്ക് ഭാഗത്ത് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ആ അമ്പലം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്ന ആ റോഡ് എന്ന് പറയുന്നത് മുണ്ടക്കയിലേക്ക് പോകുന്ന റോഡാണ്. വളരെ ഭീകരമാണ് ഈ ഒരു ദൃശ്യം. ഈ റോഡ് ഇപ്പോൾ വലത് ഭാഗത്ത്, പാലം കഴിഞ്ഞ് വലത് ഭാഗത്തേക്ക് പോകുന്ന റോഡ് നമുക്കതിൽ കാണാം. പക്ഷേ ഇടത് ഭാഗത്തേക്ക് പോയാൽ അട്ടമല പോകുന്ന ഭാഗമാണ്. പക്ഷേ ആ ഭാഗം പൂർണ്ണമായും മണ്ണിനടിയിലാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ചൂരൽമല സ്കൂളിൻ്റെ ഒരു ഘടന. ആ ഒരു സ്കൂളിൻ്റെ നമുക്ക് ആ ഒരു അറ്റത്ത് കാണുന്ന ആ ഒരു ഭാഗത്ത് ഈ വഴി പുഴയൊന്നും ഒഴുകുന്ന വഴിയേ അല്ല, അങ്ങനെയല്ല ജെയിംസ്. ഇപ്പോൾ കാണുന്നത് പുഴ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു പുഴ ഒഴുകിയിരുന്നു, പുഴയുണ്ട്. അത് അത്ര ഭീകരമായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി അതാ ഈ ഒരു ദൃശ്യം നമുക്ക് വ്യക്തമായി തന്നെ ഈ ഒരു ദൃശ്യത്തിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പഴയ ദൃശ്യത്തിൻ്റെ കൂടെ ആ ഡ്രോൺ വിഷ്വലും കൂടി കാണിക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഇടത് ഭാഗത്ത് കാണിക്കുന്ന ഈ ഒരു വിഷ്വൽ ഏകദേശം ചൂരൽമല സ്കൂളിൻ്റെ സ്വാഭാവിക പുഴയുടെ ഒഴുക്കിനെ കാണിക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഇടതുവശത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ദൃശ്യം നമുക്ക് എത്രമാത്രം ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ദൃശ്യവുമായി നമ്മൾ താരതമ്യം ചെയ്താൽ എത്രമാത്രം ഭീകരത ഇതിനുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഗ്രൗണ്ട് ഈ പുഴ ഇങ്ങനെ ഈ പുഴ സാധാരണഗതിയിൽ ഒഴുകുന്നത്. ശരി.